morning. Solvency ratios വരുന്ന സെക്കൻഡ് റേഷ്യോ ഇസ് ഫണ്ടഡ് ഡെറ്റ് ടു ക്യാപിറ്റലൈസേഷൻ റേഷ്യോ. ഫസ്റ്റത്തെ നമ്മൾ നോക്കി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെറ്റും അതായത് ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ടും ടോട്ടൽ ഓണേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ നോക്കുന്നത്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോണത് ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെറ്റ് എന്ന് പറയുമ്പം ലോങ് ടേം ഫണ്ട്സ് റേസ്ഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ്, അതിനെയാണ് എന്തെന്ന് പറയുക, ഫണ്ടഡ് ഡെറ്റ്. അപ്പോൾ ലോങ് ടേം ഫണ്ട്സ് റേസ്ഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് നോക്കുക വെച്ചാൽ ഡെറ്റേഴ്സ്, ലോങ് ടേം ലോൺസ്, ബോണ്ട്, അതേമാതിരി മോർഗേജ് ലോൺസ്, അങ്ങനെയുള്ള അതർ ലോങ് ടേം ലോൺസും ഡിബെഞ്ചേഴ്സും ബോണ്ടുകളൊക്കെയാണ് നമ്മൾ ഏതിൽ നോക്കുക, ഫണ്ടഡ് ഡെറ്റിൽ നോക്കുക. ഈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് അവൈലബിൾ ഇൻ ദ ബിസിനസ്. അതായത് നമ്മളെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നോക്കിയിട്ടുണ്ട് ഏതൊക്കെ ലോങ് ടേം ഫണ്ട്സ് ആണ് അവൈലബിൾ എന്നുള്ളത് കേട്ടോ. ബോത്ത് ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഓണേഴ്സ്, അതായത് രണ്ട് കൂട്ടരതും കൂടെ നോക്കിയിട്ട് ടോട്ടലായിട്ട് എത്ര വരുന്നുണ്ടോ അവൈലബിൾ ഫണ്ട്, ലോങ് ടേം ഫണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ രണ്ടും ഓർത്തിരിക്കുക. അപ്പോൾ ഫോർമുല ഓർത്തിരിക്കുക. ഫണ്ടഡ് ഡെറ്റ് ക്യാപിറ്റലൈസേഷൻ റേഷ്യോ കാണാനുള്ള ഫോർമുല ഇത് നിങ്ങളെ നോട്ടിൽ എഴുതണേ. ഫണ്ടഡ് ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ഇൻറ്റു 100. റേഷ്യോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. ഈ ഫണ്ടഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫണ്ടഡ് ഡെറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് റേസ്ഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ്. അതിന് എക്സാമ്പിൾസ് എഴുതി വെക്കുക, ഡെറ്റേഴ്സ്, ബോണ്ട്സ് ആൻഡ് അതർ ലോങ് ടേം ലോൺസ്. ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് അവൈലബിൾ ഇൻ ദ ബിസിനസ്. അതായത് ബോത്ത് ഇൻ ഓണേഴ്സിൻ്റെയും ഔട്ട്സൈഡേഴ്സിൻ്റെയും കൂടെ കൂട്ടിയിട്ട് എത്ര ലോങ് ടേം ഫണ്ട്സ് അവൈലബിൾ ഇൻ ദ ബിസിനസ് അതാണ് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, ഇക്വിറ്റി ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും, അതർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് വരും, അതിൻ്റെ കൂടെ ഫണ്ടഡ് ഡെറ്റുകളും വരും. അതാണ് ഡിബെഞ്ചേഴ്സ്, മോർഗേജ് ലോൺസ്, ബോണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനിയൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ കൂടുതൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് റിലൈ ചെയ്യാത്തതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഔട്ട്സൈഡേഴ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു റൂൾ ഓഫ് തമ്പ് ഒന്നും ഇല്ലെങ്കിലും ഒരു 50% അല്ലെങ്കിൽ മാക്സിമം ഒരു 55% വരെയൊക്കെ ഉള്ളൂ ഈ റേഷ്യോ ടോളറബിൾ ആയിട്ടുള്ളൂ. അതിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ദ ലെസ്സർ ദ റിലയൻസ് ഓൺ ഔട്ട്സൈഡേഴ്സ് ദ ബെറ്റർ ഇറ്റ് വിൽ ബി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഷ്യോ ഒരു 50%, 55% വരെ ഓക്കെയാണ്, അതിൽ കൂടാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. The following figures relate to the liability side of a company. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ 5 lakh, പ്രിഫറൻസ് ക്യാപിറ്റൽ 2 lakh, ജനറൽ റിസർവ് 50,000, ഷെയർ പ്രീമിയം 25, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,25,000, 7.5% ഡിബെഞ്ചേഴ്സ് 1,40,000 അല്ലേ, യെസ്, മോർഗേജ് ലോൺ 60,000, sundry creditors 1,29,000 and bills payable 74,500. അപ്പോൾ ഇവിടെ ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ റേഷ്യോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ റേഷ്യോൻ്റെ ഫോർമുല ആദ്യം എടുത്തെഴുതുക. ഫണ്ടഡ് ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ഇൻറ്റു 100. നമ്മൾ ആദ്യം ഫണ്ടഡ് ഡെറ്റ് കണ്ടുപിടിക്കണം. ഫണ്ടഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് റേസ്ഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ വരും, 7.5% ഡിബെഞ്ചേഴ്സ് ഉണ്ട്, മോർഗേജ് ലോൺ ഉണ്ട്. രണ്ട് ഐറ്റമാണ് ഏതെന്ന് പറയുന്നത്, ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് റേസ്ഡ് ഫ്രം ഔട്ട്സൈഡേഴ്സ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ആണ്. ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോങ് ടേം ഫണ്ട്സ് അവൈലബിൾ ഇൻ ദ ബിസിനസ്. അതിൽ ഏതൊക്കെ വരും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, ഓൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്താ പറയുക റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നതാണ് ജനറൽ റിസർവ്, ഷെയർ പ്രീമിയം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതെല്ലാം വരും. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഫണ്ടഡ് ഡെറ്റ് ഇതും അവൈലബിൾ ആണല്ലോ ലോങ് ടേമിലേക്ക്, ഡിബെഞ്ചേഴ്സ് ആൻഡ് മോർഗേജ് ലോൺ, അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ യു വിൽ ഗെറ്റ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ഫണ്ടഡ് ഡെറ്റ്, ഓൺലി 2 items, സോ ടോട്ടൽ 2 lakh. ആൻഡ് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്നാണ് നമ്മൾ ഏതിനൊക്കെ പറയാറിയോ,
ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് അക്യുമുലേറ്റഡ് ലോസസ് ഇഫ് എനി. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ടിന് നമ്മൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്, അതുകൊണ്ടാണ് അവർ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എങ്ങനെ ഒരു ഫോർമുല ഫ്രെയിം ചെയ്തിരിക്കുന്നത്, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് പ്ലസ് ഫണ്ടഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ ഇസ് 11 lakh. അപ്പോൾ ഫണ്ടഡ് ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ റേഷ്യോ 2 lakh divided by 11 lakh into 100%. So that comes 18.18%. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് 50% വരെ ആവാമെന്ന് പറഞ്ഞല്ലോ, 50 to 55 കൂടുതൽ ആവരുത് എന്നേ ഉള്ളൂ. അപ്പോൾ ദ റേഷ്യോ ഓഫ് 18.18% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ലോ. അതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഔട്ട്സൈഡേഴ്സ് ഫണ്ടിനെ കൂടുതൽ, ലോങ് ടേം ഔട്ട്സൈഡേഴ്സ് ഫണ്ട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Company has not relied much on outsider sources for training long-term funds. There is enough scope for company to raise long-term loans from outside. അതായത് ആകെ 18% കമ്പനി ഔട്ട്സൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കമ്പനിക്ക് 50% വരെ വേണമെങ്കിൽ ഔട്ട്സൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കമ്പനിക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്, there is enough scope for the company to raise long-term loans. Okay, thank you.